നമുക്ക് ഒരു പ്രോബ്ലം കൂടി നോക്കാം. അതായത് സൈക്ലിക് ആൻഡ് ആംഗിളിൽ നമ്മളൊരു പ്രോബ്ലം. പ്രൂവ് ദാറ്റ് ഇൻ എ സൈക്ലിക് ക്വാഡ്രിലേറ്റർ the outer angle at any vertex. Cyclic quadrilateral. ഇത് A, B, C, D. This is a cyclic quadrilateral. Okay. The outer angle at any vertex. The outer angle. ഇതൊരു outer angle. The outer angle at any vertex is equal to the inner angle at the opposite vertex. Is equal to the inner angle at the opposite vertex. എന്ന് പ്രൂഫ് ചെയ്യണം. അതായത് ഈ ക്വാഡ്രിലേറ്റർ സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ്. ഓക്കെ, ഇത് എ ബി സി ഡി എന്ന് എടുത്തിരിക്കുക. ഇതിൻ്റെ ഏത് ഒരു വെർട്ടെക്സിലും ഇതായാലും ഇപ്പോൾ നമ്മൾ സി എന്ന വെർട്ടെക്സിൽ ഒരു ഔട്ടർ ആംഗിൾ എടുക്കുന്നു. ഇതിന് പോയിന്റ് ഇതിൻ്റെ പി എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഔട്ടർ ആംഗിൾ ദിസ്, ഈ ആംഗിൾ ഈക്വൽ ടു ദിസ് ആംഗിൾ ഓപ്പോസിറ്റ് വെർട്ടെക്സ് നമ്മൾ പ്രൂഫ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഔട്ടർ ആംഗിളിനെ ലെറ്റ് ആംഗിൾ പി സി ഡി ഈക്വൽ ടു എക്സ്. നമുക്കറിയത്തില്ല എത്രയാണെന്നുള്ളത് എടുക്കുക. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇതിൻ്റെ ഇന്നർ ആംഗിൾ എത്ര ആയിരിക്കും? ദിസ് ഈസ് എ ലൈൻ, ഇതൊരു ലൈനാണ്. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ മൊത്തത്തിൽ ഈ ലൈൻ എത്ര വരും? 180 ഡിഗ്രി. അപ്പോൾ എക്സ് നമ്മൾ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും. അപ്പോൾ ആംഗിൾ ബി സി ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് എക്സ് എന്ന് വെച്ചാൽ ഇതൊരു ലൈൻ, ലീനിയർ. അപ്പോൾ അതിൽ നിന്ന് ഈ ആംഗിൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും. ഇപ്പോൾ ഈ ആംഗിളും ഈ ആംഗിളും കൂടെ നമ്മൾ കൂട്ടാൻ പോവുക. ആംഗിൾ ബി സി ഡി പ്ലസ് ആംഗിൾ ബി എ ഡി ഇതെത്ര? 180 മൈനസ് എക്സ്. ആംഗിൾ ബി എ ഡി എത്രയാ? ഇതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആയതുകൊണ്ട് ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് എത്ര വരണം? 180 വരണം. അപ്പോൾ ഈ ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ